ഹലോ എവരി വൺ, ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പൂത്തിരൻസ്. ഇന്ന് നമ്മൾ കാണുന്നതും കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. 40s by 40s ആണ് ത്രെഡ് കൗണ്ട് വരുന്നത്. അതായത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ. ചിലരൊക്കെ ചോദിക്കുന്ന കാണാറുണ്ട് ക്യാമ്പ്രിക്കും കോട്ടണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ക്യാമ്പ്രിക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റും സ്മൂത്തും ആയിട്ടുള്ള ഒരു ഫിനിഷിൽ വരുന്ന കോട്ടൺ ആണ്. ഇത് ക്യാമ്പ്രിക് അല്ല, ഇത് 40s by 40s ആണ്. ഒരു ഒത്തിരി റോ അല്ല എങ്കിലും കോട്ടൺ എന്ന് പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ തോന്നുന്ന തരത്തിലുള്ള ഫാബ്രിക് ആണ്. ഇത് വന്നിട്ടുള്ളത് 40s ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്കൊരു നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന പോലത്തെ ഫാബ്രിക് ആണ്. ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള കുർത്തിയും സെയിം ഫാബ്രിക് വെച്ച് ഡിഫറെന്റ് പ്രിന്റ് വെച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് വന്നിട്ടുള്ളതും അതേപോലത്തെ തന്നെ ഫാബ്രിക് ആണ്. അതിന്റെ പ്രിന്റിനാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ബൂട്ട പോലത്തെ പ്രിന്റ് തന്നെയാണ്. ഒരു പ്രിന്റിന്റെ 4 കളറാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 95 rupees 44 inch വിഡ്ത്തിലാണ് ഫാബ്രിക് വരുന്നത്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ക്രീം കളറിലാണ് എല്ലാം തന്നെ വരുന്നത്. അതിനകത്തേക്ക് പ്രിന്റിനാണ് ചേഞ്ച് വരുന്നത്. ഫസ്റ്റ് വൺ ഞാൻ കാണിക്കുന്നത് ഒരു ബ്ലൂ ആണ്. ബ്ലൂ കളറിലാണ് ഇതിന്റെ പ്രിന്റ് പോകുന്നത്. പ്രിന്റ് താഴോട്ട് പോകുന്നത് ആ ഫോൾഡിങ്ങിന്റെ ഡിഫറൻസ് കൊണ്ടാണ്. നമുക്ക് ആക്ച്വലി ഇത് മുകളിലോട്ട് വരുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. വൺ സൈഡിനകത്തായിട്ട് ഒരു ബോർഡറും ഒരു കളറും കൂടെ തേര് പോലെയും പോകുന്നുണ്ട്. തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. എന്ന് വെച്ച് ഇങ്ങനെ പടപടാന്ന് നിൽക്കുന്ന തരത്തിലല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇഴയൊക്കെ അടുത്തിട്ടുള്ള കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. ഓഫ് വൈറ്റ് കളർ ആണെങ്കിൽ തന്നെയും നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഞാൻ ചെയ്തതും ലൈനിങ് ഇല്ലാതെ തന്നെയാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു പിങ്കും പർപ്പിളും കൂടെ ചേർന്നിട്ടുള്ള കളറിലാണ്. ആദ്യം കണ്ടതിൽ ബ്ലൂവും ഗ്രേയും കൂടെയുള്ള കളറായിരുന്നേ. ഇത് വരുന്നതും ഞാനിപ്പോ ഈ ഒരു ഫാബ്രിക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻ നേരെ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. വൺ സൈഡിനകത്തായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ബോർഡറും തേരൊക്കെ പോകുന്നുണ്ട്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. 95 rupees 44 inch വിഡ്ത്തിലാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ കളറിലാണ്. ഗ്രീനും യെല്ലോയും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് മെറ്റർണിറ്റി വെയറോ അതല്ലെങ്കിൽ കോട്ട് സെറ്റോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ, ഗ്രീനും യെല്ലോയും ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്കൊരു വിഷു ആ ഒരു സമയത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. ലാസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ക്രീമിനകത്ത് തന്നെ പീച്ചും യെല്ലോയും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ്. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ ഡിസൈൻ വരുന്നത്. എല്ലാത്തിനും വൺ സൈഡിനകത്തായിട്ട് ഒരു ബോർഡർ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിന്റെ ബോർഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു യോക്ക് പാർട്ടും നെക്ക് പാർട്ടും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ വേറൊരു ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് കണ്ടത് 40s by 40s ആയിട്ടുള്ള പ്യുവർ കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് 44 inch വിഡ്ത്തിലാണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. 95 rupees per മീറ്ററിലാണ്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.